ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മൾ വീണ്ടും SCRT ക്ലാസ്സസായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. വിളയിക്കാം നൂറുമേനി എന്നുള്ളത്. നമ്മൾ പുതിയ വൃക്ഷത്തൈകൾ ഉണ്ടാക്കുന്നതും നമ്മൾ ബഡ്ഡിങ്, ലെയറിങ്, ടിഷ്യൂ കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് കായിക പ്രജനനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ലൈംഗിക പ്രത്യുൽപാദനം പറഞ്ഞാൽ? കായിക പ്രജനനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സസ്യം എടുക്കുകയാണെന്ന് വെച്ചോ, ആ സസ്യത്തിൻ്റെ തന്നെ കായിക ഭാഗങ്ങളുണ്ടാവും. വേര്, തണ്ട്, ഇല, ഭൂഖണ്ഡം അങ്ങനെ ഉള്ള ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. നമ്മൾ ചില ചെടികളുടെ തന്നെ വേര് തട്ടിട്ടും തണ്ട് നട്ടിട്ടും ഇലയിൽ നിന്ന് ഇലയുണ്ടായിട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ കായിക പ്രജനനം വഴിയാണ്. കാരണം കായിക ഭാഗങ്ങളിൽ നിന്നാണ് അവിടെ പുതിയ ചെടികൾ ഉണ്ടാവുന്നത്. അപ്പോൾ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഇതല്ലാതെ വേറൊരു രീതി എന്ന് പറയുന്നത് എന്താണ്? വിത്തിട്ടിട്ട് ചെടി മുളയ്ക്കുന്നതാണ് ബാക്കിയുള്ള ഒരു രീതി എന്ന് പറയുന്നത് അല്ലേ. അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. അപ്പോൾ കായിക പ്രജനനം എന്ന് പറഞ്ഞാൽ അതൊരു അലൈംഗിക പ്രത്യുൽപാദനമാണ്. ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ഇനി എന്താണ് ലെയറിങ്, എന്താണ് പതിവയ്ക്കൽ എന്ന് നോക്കാം. നമ്മൾ ഈ ലെയറിങ്ങും പതിവയ്ക്കലും രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് കൂടുതലായി കണ്ടിട്ടുള്ള മരങ്ങളിലൊക്കെയാണല്ലോ. ഈ പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ മരങ്ങളിലാണ് കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതേ ഗുണത്തോടെ നമുക്ക് അതിൽ നിന്ന് ആ മരത്തിൻ്റെ അതേ ഗുണത്തോടെ പുതിയൊരു ചെടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ പതിവയ്ക്കൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഘട്ടങ്ങൾ നോക്കാം. ആദ്യം എന്ത് വേണം? മാതൃസസ്യത്തിൽ നിന്ന്, ഏത് സസ്യമാണോ നമ്മൾ പതിവയ്ക്കാൻ പോകുന്നത് ആ സസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുത്തതിന് ശേഷം അതെന്ത് ചെയ്യണം? ഈ കമ്പിൽ 2 പർവ്വങ്ങൾക്കിടയിലുള്ള തൊലി 2-3 സെൻറ്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെത്തിയെടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഘട്ടം ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടുക. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് എന്ത് ചെയ്യണം? നനയ്ക്കുകയും വേണം. ഘട്ടം 3, 2 മാസത്തിനകം പതിവെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകും. വേരുമുളച്ച കമ്പ് പതിവെച്ചതിന് താഴെ മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലോ ഗ്രേ ബാഗിലോ നടാവുന്നതാണ്. വളർന്നു തുടങ്ങിയാൽ മണ്ണിലേക്കും മാറ്റി നടാം. അതായത് പ്രധാന കമ്പിൽ നിന്നുള്ള ഒരു പെൻസിൽ വണ്ണത്തിലുള്ള ഒരു കമ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പതിവയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1-2 സെൻറ്റിമീറ്റർ 2-3 സെൻറ്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ അത് വെട്ടിയെടുത്തതിന് ശേഷം അവിടെ ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ് എന്നിവ ചേർത്തിട്ട് നനവോടെ ആ ഭാഗത്ത് ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞ് കെട്ടിയതിന് ശേഷം ഒരു 2 മാസത്തിനകം എന്ത് ചെയ്യും? അവിടെ വേരുകൾ വരും. പിന്നീട് നമുക്ക് അതിൻ്റെ താഴ്ഭാഗത്തായി കട്ട് ചെയ്തിട്ട് അത് എവിടെ ഗ്രേ ബാഗിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ നട്ട് അത് വളർന്നു തുടങ്ങി പറഞ്ഞാൽ പിന്നീട് അത് എന്തിലേക്ക് മാറ്റാൻ പറ്റും? അത് മണ്ണിലേക്ക് മാറ്റാൻ വയ്ക്കും. അപ്പോൾ എന്താണ് ഈ പതിവയ്ക്കൽ? അതിൻ്റെ ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ എന്ന് പറയുന്നത്. ആ സസ്യത്തിൻ്റെ തന്നെ കമ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേര് മുളപ്പിക്കുന്നത്. വേറെ സസ്യങ്ങളുടെ വേര് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിൽ വെക്കുകയല്ല ചെയ്യുന്നത്. ഒരേ സസ്യത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുതിയൊരു ചെടി ഉണ്ടാക്കി വെക്കുന്നത്. ഇനി എന്താണ് നാഗപ്പതിവയ്ക്കൽ എന്ന് പറയുന്നത്? കുരുമുളക് പോലെയുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവയ്ക്കാം. ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ വായുവിൽ പതിവയ്ക്കൽ, നാഗപതിവയ്ക്കൽ എങ്ങനെ 2 തരത്തിലാണ് പതിവയ്ക്കുന്ന രീതികൾ, അതായത് ലെയറിംഗ് ഉള്ളത്. ഈ വായുവിൽ പതിവയ്ക്കലാണ് പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം തുടങ്ങിയവയിലൊക്കെ കാണുന്നത്. നാഗപതിവയ്ക്കൽ ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില എന്നുള്ള ചെടികളിലാണ് നമ്മൾ എന്ത് വയ്ക്കുന്നത്? നാഗപതിവയ്ക്കൽ ചെയ്യുന്നത്. അതായത് ചെടികളിലെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ചിട്ട് അവിടെ എന്ത് ചെയ്ത് മണ്ണിട്ട് മൂടിയിട്ട് അവിടെ വേര് വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പതിവെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ലെയറിങ് നടത്തിയിട്ടുള്ള സസ്യങ്ങളുടെ സവിശേഷത എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിന് മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങളുണ്ടായിരിക്കും. നമ്മൾ പ്രധാനമായിട്ട് അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അല്ലേ. നല്ലൊരു സസ്യമാണെങ്കിൽ, നല്ലൊരു മരമാണ് പറഞ്ഞാൽ അതേ ഗുണത്തിലുള്ള ഫലങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നത്?
പതിവയ്ക്കുന്നത്. ഇനി ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. പക്ഷെ എന്തായിരിക്കും? ചെടിയുടെ വലിപ്പവും കുറവായിരിക്കും, ആയുർദൈർഘ്യവും കുറവായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. പതിവയ്ക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗുണത്തിൽ എന്താണ് പറഞ്ഞാൽ അതേ ഗുണം നമുക്ക് അവിടെ കിട്ടും. മാതൃസസ്യത്തിൻ്റെ അതേ ഗുണം കിട്ടും. വേഗത്തിൽ പൂക്കുകയും ചെയ്യും, കായ്ക്കുകയും ചെയ്യും. പക്ഷേ ദോഷമായിട്ട് നമ്മൾ നോക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആയുർദൈർഘ്യം വലിപ്പമൊക്കെ കുറവായിരിക്കാം. തായ് വേരുപടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ഏതിനാവശ്യമായി വരും? ഈ പതിവയ്ക്കലിലൂടെ ഉണ്ടാക്കുന്ന സസ്യങ്ങൾക്ക് ആവശ്യമായി വരും. തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ തുടങ്ങിയ ലായനിയിൽ വേരുമുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കിവെച്ച് വേഗത്തിൽ വേരുപിടിപ്പിക്കുന്ന രീതി ഇപ്പോൾ നിലവിലുണ്ട്. ഇനി എന്താണ് ഗ്രാഫ്റ്റിംഗ്, അതായത് കമ്പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാഫ്റ്റിംഗ്, എന്താണ് കമ്പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയുടെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൻ എന്നും വിളിക്കുന്നു. അപ്പോൾ ഒട്ടിക്കാൻ എടുക്കുന്ന വേരോട് കൂടിയ ചെടിയാണ് റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? സയൻ എന്നും വിളിക്കുന്നത്. അതായത് ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുള്ള തൈകളൊക്കെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അത് പൂക്കുകയും കായ്ക്കുകയുമാണ് ചെയ്യാറുള്ളത്. പെട്ടെന്ന് തന്നെ പൂക്കുകയും ചെയ്യും, അതുപോലെ എന്ത് ചെയ്യും? കായ്ക്കുകയും ചെയ്യും. അടുത്തതാണ് ബഡ്ഡിംഗ്, അതായത് മുകുളം ഒട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ബഡ്ഡിംഗ്? മുകുളം ഒട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കമ്പൊട്ടിക്കലാണ് പറഞ്ഞല്ലേ, വേറൊരു ചെടിയുടെ കമ്പെടുത്ത് മറ്റൊരു ചെടിയിൽ ഒട്ടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഗ്രാഫ്റ്റിംഗ്, അതായത് കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. മുകുളം ഒട്ടിക്കലാണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. അതിൻ്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ നല്ല ഇനം പ്ലാവിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. ഇത് പ്ലാവിൻ്റെയിലുള്ളതാണ് പറയുന്നത്. ഇതിനെയാണ് സയൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏതാണോ ഒട്ടിക്കാൻ പോകുന്നത് അതിനെയാണ് സയൻ എന്ന് പറയാന്ന് പറഞ്ഞു. ഇനി ചട്ടിയിലോ ഗ്രേ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ്റെയിൽ നിന്ന്, അതായത് റൂട്ട് സ്റ്റോക്കിൽ നിന്ന് മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറം തൊലി ചെത്തി മാറ്റുക. മൂന്നാമത്തെ ഘട്ടമായിട്ട് റൂട്ട് സ്റ്റോക്കിലെ തൊലി നീക്കിയ ഭാഗത്ത് സയൻ വെച്ച് മുകുളം പുറത്ത് കാണും വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. നാലാമത്തെ ഘട്ടമായിട്ട് മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. മുകുളം വളർന്നതിന് ശേഷം ഈ തൈ പറമ്പിലേക്ക് മാറ്റാനാകും. അപ്പോൾ ഇതാണ് മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്. അടുത്തതാണ് ഹൈബ്രിഡൈസേഷൻ, വർഗ സങ്കരണം എന്ന് പറയുന്നത്. കൃത്രിമ പരാഗണം. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. സ്വപരാഗണം തടയുന്നതിന് വേണ്ടിയിട്ട് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളിലുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗഭാഗത്ത് പതിപ്പിക്കുന്നു. മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു. അവിടെ നമ്മൾ കൃത്രിമ പരാഗണം എങ്ങനെയാണ് നടത്തുക എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ വർഗസങ്കരണം എന്ന് നമുക്ക് നോക്കാം. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർത്ത പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. അവയാണ് സങ്കരീനം വിത്തുകൾ. അപ്പോൾ നമ്മൾ നേരത്തെ ചെടി പൊതിഞ്ഞു കെട്ടുന്നുണ്ടോ, അതെന്തുകൊണ്ടാണ് പറഞ്ഞാൽ അത് സ്വപരാഗണം നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സ്വപരാഗണം നടക്കാതിരിക്കാൻ വേണ്ടി അവർ ട്രൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരേ വർഗത്തിൽപ്പെട്ടതായാലും വ്യത്യസ്ത ഗുണമേന്മയുള്ള രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർത്ത പുതിയ വിത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ വർഗസങ്കരണം അല്ലെങ്കിൽ ഈ കൃത്രിമ
പരാഗണം അവർ ചെയ്യുന്നത്. ഇങ്ങനെ ഉള്ള കുറച്ച് സങ്കരയിനം വിത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മുളകിൻ്റേതാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, പയർ, ജ്യോതിക, ഭാഗ്യലക്ഷ്മി, നെല്ല്, പവിത്ര, അന്നപൂർണ, തെങ്ങ്, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, വെണ്ട, സൽകീർത്തി, കിരൺ. അപ്പോൾ ഇതൊക്കെയാണ് സങ്കരയിനം വിത്തുകൾ എന്ന് പറയുന്നത്. മുളകിൻ്റെ ഉജ്ജ്വല, ജ്വാലാമുഖി, പയറിൻ്റെ ജ്യോതിക, ഭാഗ്യലക്ഷ്മി, നെല്ലിൻ്റെ പവിത്ര, അന്നപൂർണ, തെങ്ങിൻ്റെ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, വെണ്ടയുടെ സൽകീർത്തി, കിരൺ എന്നിവയൊക്കെയാണ് വർഗസങ്കരണം നടത്തിയ സങ്കരയിനം വിത്തുകൾ എന്ന് പറയുന്നത്. ഈ വർഗസങ്കരണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ്. എന്നിട്ട് അവർ ഈ വിത്തുകൾ കർഷകരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള കാർഷിക സർവകലാശാല തൃശ്ശൂരിലെ മണ്ണുത്തിയിലാണുള്ളത്. കേരള കാർഷിക സർവകലാശാല എവിടെയുള്ളത്? തൃശ്ശൂരിലെ മണ്ണുത്തിയിലാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല എന്ന് പറയുന്നത്. വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. അടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഉള്ളത് തിരുവനന്തപുരത്തിലെ ശ്രീകാര്യത്താണുള്ളത്. കിഴങ്ങ് വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവുമാണ് എവിടെ നടക്കുന്നത്? തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്നത്. അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. റബ്ബർ എന്ന് കേട്ടാലേ നമുക്കറിയാം അത് എവിടെ ഇരിക്കുക? കോട്ടയത്താണ് അല്ലേ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുകയാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. അത് കാസർഗോഡാണ്. നമ്മൾ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് പറഞ്ഞത് തിരുവനന്തപുരം ശ്രീകാര്യമാണ്. ഇത് കേന്ദ്ര തോട്ട വിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് കേന്ദ്ര തോട്ട ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. കൃഷി ശാസ്ത്രജ്ഞനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ ചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്ക് കിഴക്കേഷ്യയിലെ മിക്ക രാജ്യങ്ങളിലും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമമായിരുന്നു. മാക്സസെ, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ തുടങ്ങിയ പുരസ്കാരങ്ങൾ മാർക്ക് ലഭിച്ചിട്ടുണ്ട്. എം.എസ്. സ്വാമിനാഥന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ ജൈവവളങ്ങൾ, രാസവളങ്ങൾ ഇവയുടെ വ്യത്യാസം അല്ലെങ്കിൽ അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നോക്കാം, പ്രത്യേകതകൾ നോക്കാം. ജൈവവളങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ജൈവ വസ്തുക്കളിൽ നിന്നാണ്. കൂടുതൽ അളവിൽ വേണ്ടി വരും. കാരണം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ജൈവ വളം എന്ന് പറയുന്നത് ഒരുപാട് അളവിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ഇതൊരിക്കലും മണ്ണിന് ദോഷകരമല്ല. എത്ര യൂസ് ചെയ്താലും മണ്ണിന് ദോഷകരമല്ല. ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. ഇനി രാസവളങ്ങൾ, രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നതാണ്. അത് കുറഞ്ഞ അളവിൽ നമുക്ക് വേണ്ടുള്ളൂ. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ജൈവവളത്തിൻ്റെ അത്രയും അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ അമിതമായ ഉപയോഗം എന്ത് ചെയ്യും? മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കും. ആവശ്യമുള്ള ഘടകമായി മാത്രമായി നമ്മുടെ ആ കൃഷിക്ക് എന്ത് ഘടകമാണ് ആവശ്യം അത് മാത്രമായിട്ട് നമുക്ക് എന്ത് നൽകാൻ കഴിയും? രാസവളത്തിൽ നിന്ന് ലഭിക്കും. ഇനി ജീവാണുവളം പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം. സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം എന്നിവ ജീവാണുവളകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി കീടനിയന്ത്രണ മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജൈവ നിയന്ത്രണമുണ്ട്. ജൈവ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ വട്ടച്ചാഴി, അതായത് ലേഡി ബഗ് എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന പല കീടാണുക്കളെയും തിന്നു നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്ര കീടമാണ് ട്രൈക്കോഗ്രാമ എന്ന് പറയുന്നത്. ഇതുപോലെ തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. ഇത്തരം നിയന്ത്രണമാണ് ജൈവ നിയന്ത്രണം എന്ന് പറയുന്നത്. കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ
കീടങ്ങളോടൊപ്പം മിത്രകീടങ്ങളും നശിച്ചു പോകുന്നു. ഇനി എന്താണ് യാന്ത്രിക നിയന്ത്രണം എന്ന് പറയുന്നത്? ചിലയിനം പച്ചക്കറികളുടെ കായ്കൾ നശിപ്പിക്കുന്ന ഒരു തരം സ്വർണ്ണ നിറമുള്ള ഈച്ചയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവയെ നശിപ്പിക്കാനുള്ള ഒരു സൂത്രമാണ്: ഒരു പൊടി തുളസിയില ചതച്ചോ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വയ്ക്കുക. അല്പനേരം കഴിഞ്ഞ് ഈ പ്ലേറ്റ് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് തുളസിയിലയുടെ മണം മൂലം സ്വർണ്ണ നിറമുള്ള ഈച്ചകൾ പ്ലേറ്റിൽ വരുന്നത് കാണും. ഇവയെ നശിപ്പിക്കുന്നത് വഴി വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കുകയും ചെയ്യാം. ഇങ്ങനെ കെണിയിൽ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം എന്ന് പറയുന്നത്. ഇതിനായി ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറമോൺ എന്ന് പറയുന്നത്. ഇത് മാർക്കറ്റിൽ ലഭ്യമായ ഒന്നാണ് ഈ ഫെറമോൺ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കീടനിയന്ത്രണ മാർഗമാണ് കീടനാശിനി എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 തരം കീടനാശിനികളുണ്ട്: രാസകീടനാശിനിയും ജൈവ കീടനാശിനിയും. രാസകീടനാശിനി എന്ന് പറഞ്ഞാൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കീടനാശിനിയാണവ. ജൈവ കീടനാശിനികൾ എന്ന് പറഞ്ഞാൽ രാസകീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് ജൈവ കീടനാശിനികൾ. പുകയില കഷായം, വേപ്പെണ്ണ, ഇമൽഷൻ, വെളുത്തുള്ളി, കാന്താരി മിശ്രിതം തുടങ്ങിയവ ജൈവ കീടനാശിനികളാണ്. പല ജൈവ കീടനാശിനികളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇനി നിർമ്മിത ബുദ്ധിയും കൃഷിയും തമ്മിലുള്ളത് നോക്കാം. ഈ AI ഉപയോഗിച്ചിട്ട് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ന് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതാവുമ്പോൾ പരിസ്ഥിതികൾക്ക് ഒട്ടും ഹാനികരമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാർഷിക സംരംഭങ്ങളെ കുറിച്ചിട്ട് നോക്കാം. മത്സ്യകൃഷി അറിയപ്പെടുന്നത് പിസി കൾച്ചർ എന്നാണ്. എങ്ങനെ അറിയപ്പെടുന്നത്? പിസി കൾച്ചർ എന്നാണ്. പട്ടുനൂൽ പുഴു വളർത്തലാണ് സെറി കൾച്ചർ എന്നറിയപ്പെടുന്നത്. പുഷ്പകൃഷി ഫ്ലോറികൾച്ചർ. തേനീച്ച വളർത്തലാണ് എപ്പി കൾച്ചർ. മുയൽ വളർത്തൽ ക്യൂണി കൾച്ചർ. കൂൺ കൃഷിയാണ് മഷ്റൂം കൾച്ചർ. മുയൽ വളർത്തൽ വന്നിട്ട് കൂണി കൾച്ചറാണ്, കൂൺ കൃഷി വന്നിട്ട് മഷ്റൂം കൾച്ചറാണ്. മാറിപ്പോവാതെ നോക്കുക. കോഴിക്കൃഷിയാണ് പൗൾട്രി ഫാമിംഗ്. കോഴിക്കൃഷി എന്താണ്? പൗൾട്രി ഫാമിംഗ് ആണ്. കന്നുകാലി വളർത്തൽ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് ആണ്. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ്. അപ്പോൾ മത്സ്യകൃഷി പിസികൾച്ചർ, പട്ടുനൂൽപ്പുഴു സെറികൾച്ചർ, പുഷ്പകൃഷി ഫ്ലോറികൾച്ചർ, തേനീച്ച വളർത്തൽ എപ്പികൾച്ചർ, മുയൽ വളർത്തൽ ക്യൂണികൾച്ചർ, കൂൺ വളർത്തൽ മഷ്റൂം കൾച്ചർ, കോഴിക്കൃഷി പൗൾട്രി ഫാമിംഗ്, കന്നുകാലി വളർത്തൽ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്നിവയൊക്കെയാണത്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അതിൽ ഈ കാർഷിക രംഗത്തുള്ള ഈ വളർത്തൽ അവയുടെ സംരംഭങ്ങളെ കുറിച്ചിട്ടുള്ളത് മാത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. അതുമാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ കുറച്ച് സങ്കരയിനം വിത്തുകളെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബഡ്ഡിങ് പറഞ്ഞു, ലെയറിങ് പറഞ്ഞു, അതുപോലെ വർഗ്ഗസങ്കരണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. വളരെ ചെറിയ ക്ലാസ്സാണ്, പക്ഷെ നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് എടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ അതായത് ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മറിഞ്ഞു പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അതായത് അത് നമ്മൾ ശ്രദ്ധയിലിടാണ്ട് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ക്ലാസ്സും പ്രത്യേകമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.